അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് മാത്രമല്ല, ഒരു ഫുൾ കോംബോ കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, പാർട്ടി കേക്ക്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിതാ ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി മുന്നിൽ വന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് 1.5 kg കേക്കാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ എടുക്കുകയാണ്. ഇത് 3 kgയുടെ കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ 1.5 kg കേക്ക് ഉണ്ടാക്കി. അതിന് ശേഷമാണ് ഞാൻ രണ്ടും കൂടി യോജിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ 1.5 kg കേക്കിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഈ മൈദയിലേക്ക്. 1.5 കപ്പാട്ടോ മൈദ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ 3 തവണ അരിച്ചെടുക്കുന്നതിന് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 3 തവണ അരിക്കുന്ന അങ്ങനത്തെ ഒരു അരിപ്പുണ്ട്, അത് വാങ്ങിയാലും മതി. സാധാ അരിപ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 തവണ അരിച്ചെടുത്താൽ നന്നായിട്ട് കേക്ക് പെർഫെക്റ്റ് കേക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് 3 തവണ അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു കോംബോ കേക്കാണ്. കുറേ 3 kg കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോപ്പിൻസ്, സിക്കിൾസ്, അങ്ങനെ ലോലിപോപ്പ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇട്ടോ ഉണ്ടാക്കിയിട്ടുള്ളതും. അപ്പോൾ ഞാനിതാ ഈ കേക്കിലേക്ക് ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത് 1.5 kgക്ക്. അതിൽ ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഉപ്പിട്ടിട്ട് അടിച്ചാൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് പതഞ്ഞ ശേഷം നമ്മളിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ്, നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് ആ അളവിൽ വേണം നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1.5 കപ്പ് മൈദ ആയതുകൊണ്ട് നമ്മൾ അതേ അളവിൽ തന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി എടുത്ത് നന്നായിട്ടൊന്ന് പതിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1.5 കപ്പ്, അതും 1.5 കപ്പ് തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.25 കപ്പ് എടുത്താൽ മതി. കാരണം ഈ 1.5 കപ്പ് എന്ന് പറഞ്ഞത് പൊടിച്ചതിന് ശേഷമുള്ള അളവാട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നതിലാട്ടോ കാര്യം. അപ്പോൾ ആ ഒരു വെള്ള കളർ ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് ഈ ഒരു വെള്ള കളർ ആവുന്നത് വരെ ബീറ്റ് കൊടുക്കണം. പിന്നെ അതിലേക്ക് സ്ട്രോബെറി എമൽഷനാണ് ഞാൻ ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് സ്ട്രോബെറി റോസറ്റ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു BB കമ്പനീൻ്റെ വാങ്ങണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഒഴിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഫോർക്ക് കൊണ്ടൊക്കെ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഇതാ ഈ ഒരു സ്പാച്ചില വെച്ചിട്ടാണ്. ഇത് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണ ഈ പൊടി ഇടുമ്പോഴും നമ്മൾ ചൂടായിട്ടുള്ള ഇളം ചൂടുള്ള പാല് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടി 1.5 കപ്പ് മൈദ മിക്സ് ചെയ്യുന്ന അത്രയും ഞാൻ ഈ ഒരു പാല് ചേർത്ത് കൊടുത്ത് നമ്മുടെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ 2 പാൻ, ഞാൻ പറഞ്ഞില്ല 1.5 കപ്പ് വെച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് 1.5 kgയുടെ കേക്കാണ്. അപ്പോൾ അതാ ഒന്ന് 7 ഇഞ്ചിൻ്റെയും ഒന്ന് 5 ഇഞ്ചിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 kgൻ്റെ കേക്ക് ഉണ്ടാക്കണം. ഇത് നമുക്ക് ജാർ കേക്ക് പിന്നെ കുറച്ച് അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊന്നും കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയണമല്ലോ എത്ര അളവെന്നൊക്കെ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 kg കേക്കാണ്. അപ്പോൾ ഒന്ന് സ്ട്രോബെറി കേക്കാട്ടോ ഉണ്ടാക്കുന്നത്, മറ്റൊന്ന് വാനില കേക്കും. നമ്മൾ സെയിം മെത്തേഡ് തന്നെ 2 kg ആകുമ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ സ്ട്രോബെറി എസൻസ് ഒഴിച്ചത് ഇതാ ഇങ്ങനെയായിട്ട് ഞാൻ ഒരുപാട് മിക്സ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതും ഒന്ന് 8 ഇഞ്ചിൻ്റെ പാനും ഒന്ന് 9 ഇഞ്ചിൻ്റെ പാനും കേട്ടോ. അപ്പോൾ അത് ഒന്ന് റെഡി ആയിട്ട് നമ്മൾ ഓവനിൽ വെച്ച് സെറ്റാക്കും. അപ്പോഴേക്ക് നമ്മുടെ മറ്റ് 2 കേക്കും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് 2 ദിവസം വെച്ചിട്ട് ഉണ്ടാക്കിയ 1.5 ദിവസം വെച്ചുണ്ടാക്കിയ കേക്കാട്ടോ. അപ്പോൾ ഇതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ റൗണ്ടിലുള്ള കേക്ക് 5 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയതാട്ടോ. മറ്റേത് 7 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയത്. പിന്നെ മറ്റേത് രണ്ടും നമ്മൾ 2 kg കേക്ക് ഉണ്ടാക്കിയത്. ആ 2 kg കേക്കിലുള്ളതാണ്. ഒന്ന് സ്ട്രോബെറിയും രണ്ടും ഓരോ kg വീതം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ശരിക്കും 1.5 കപ്പ് 1.5 പാക്കറ്റ് വേണം ഞാനിത് ശരിക്കും ഉണ്ടാക്കാനും. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ നമുക്കൊന്നൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ 3 kgൻ്റെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും കേക്ക് മുറിക്കുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് അടയാളം വെക്കണം, എന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓരോ കേക്കും 2 തട്ട് വീതാട്ടോ മുറിച്ചിട്ടുള്ളത്. 3 തട്ടായിട്ടില്ല, 2 തട്ടായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൈറ്റിൽ വെക്കാനുള്ളതായതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ വെച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത കേക്കാണ്, സ്ട്രോബെറി കേക്ക്. അതും ഇതുപോലെ തന്നെ 2 ഭാഗമാക്കി മാറ്റുന്നുള്ളൂ. ഇത് പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഞാൻ സ്ട്രോബെറി ക്രഷിൻ്റെ ഒരു ഇതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് 2 ടയർ കേക്ക് ആയതുകൊണ്ട് നമ്മൾ അധികം ഷുഗർ സിറപ്പ് വെച്ച് നിറയ്ക്കാൻ പാടില്ല, കാരണം നമ്മുടെ കേക്ക് ചെരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മൾ കേക്കിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ ആ സ്ട്രോബെറി ക്രഷ് അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഈ സ്ട്രോബെറി ക്രഷ്. ഇതിൻ്റെ എല്ലാം വാങ്ങാൻ കിട്ടും, സ്ട്രോബെറി മാത്രമല്ല എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത ലെയർ വെച്ചെടുത്തു. ഇത് നമ്മൾ 7 ഇഞ്ചിൻ്റെ ആട്ടോ ചെയ്യുന്നത്. 7 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കാണ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ലെയർ വെച്ചെടുത്ത് ഇതിൻ്റെ മേലെ അങ്ങനെ വിപ്പിംഗ് ക്രീം തേച്ചെടുത്ത് മൊത്തം 4 ലെയർ ഉണ്ടാവും ഒരു തട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 ആക്കി കട്ട് ചെയ്തത്. അപ്പോൾ അടുത്തത് പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഓരോ വട്ടവും വിപ്പിംഗ് ക്രീം തേക്കുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ നന്നൊന്ന് അമർത്തി, പിന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. കാരണം നമ്മൾ വെച്ച് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, സൈഡൊന്ന് ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളി നിന്നാൽ. അങ്ങനെ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കൊന്ന് സെറ്റാകാൻ വേണ്ടി. ഒരുപാട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം 2 ടയർ കേക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് കേക്ക് നമുക്ക് റെഡിയാക്കാം. അത് ഞാൻ 5 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തിട്ടുള്ളതാണ്. അതും സെയിം മെത്തേഡ് തന്നെ. നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, നല്ല തണുത്ത ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോഴേ നമ്മൾ ആ കേക്ക് തിന്നുമ്പോഴും അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം തേച്ചെടുക്കുക, പിന്നെ സ്ട്രോബെറി ക്രഷ് തേച്ചെടുക്കുക. അങ്ങനെ ഇതും ഒരു 4 തട്ടുണ്ടാവും കേട്ടോ, നമ്മളുടെ സെക്കൻഡ് ലെയറും. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പിൽ ഞാൻ 1.5 kg കേക്ക് ഉണ്ടാക്കി, സെക്കൻഡ് ട്രിപ്പിൽ ഞാൻ 1.5 kg കേക്ക് ഉണ്ടാക്കി. അങ്ങനെ മൊത്തത്തിൽ 3 kg കേക്കാണ് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടാക്കിയത്. പിന്നെ അത് ഞാൻ കാണിച്ചിട്ടില്ല, 1.5 kg കേക്ക് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് 2 kg ഉണ്ടാക്കില്ല, ആ കേക്കാണിത്. അതിൽ 1 kg കേക്ക് സ്ട്രോബെറീൻ്റെ ആണ് ഇത്. അപ്പോൾ ഈ ഒരു കേക്കിനുള്ള ഒരു പ്രശ്നം എന്ന് വന്നത് വെച്ചാൽ കേക്കൊക്കെ നന്നായിട്ട് വന്നു, പക്ഷെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ശരിക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ ഉള്ളിൽ ബബിൾസ് വന്നു. അതാണ് ഒരു ഫോൾട്ടായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കേക്കൊക്കെ അടിപൊളി ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി ജാർ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ, അതുപോലെ ബബിൾസ് വന്നു. നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ജാർ കേക്ക് എന്ന് പറഞ്ഞത് സ്ട്രോബെറിയും 1 വാനിലയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ അത് ഞാൻ ഒരു റൗണ്ട് വെച്ച് കട്ട് ചെയ്ത് ഒരു കേക്ക് വെച്ച് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തണുത്ത ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീമും ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. നമ്മൾ സ്പൂണ് കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് കൂടി ലെയറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ തന്നെ ഓരോ ലെയറും, അതായത് നമ്മൾ ജാർ കേക്ക് ഫുള്ളാവുന്ന വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ജാർ വെച്ചിട്ട് തന്നെ കേട്ടോ ഈ കേക്ക് ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീമും വെച്ചെടുക്കുക. പിന്നെ സ്ട്രോബെറി ക്രഷും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറീൻ്റെ ജാർ കേക്ക് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഇനി അതിന് ഏറ്റവും അവസാനം കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാ കേക്കും കേക്ക് കൊടുക്കേണ്ട തലേ ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റിട്ടാണ് കേക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ വൈകുന്നേരമായിരുന്നു. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത് 2 kg റൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള 1 kg കേക്കാണിത്. അപ്പോൾ ഇത് വാനില കേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ജാർ കേക്ക് ഉണ്ടാക്കുന്നത് വാനില കേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചെടുക്കണം. കാരണം നമുക്കിത് സ്പൂണ് വെച്ച് കോരി തിന്നാനുള്ളതായതുകൊണ്ട് നല്ല സോക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ ഇതില്ലേ കോമ്പൗണ്ട് മിൽക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുന്ന ക്രഷ് ചെയ്താണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ബാർ ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുത്തു. നേരത്തെ സ്ട്രോബെറി ക്രഷ് ഇടുന്നതിന് പകരം ഇതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ജാർ കേക്ക് ഉണ്ട്. ഇനി വീണ്ടും നമ്മൾ അതേപോലെ തന്നെ നെക്സ്റ്റ് ലെയർ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം ഏറ്റവും അവസാനം വീണ്ടും നമ്മൾ കേക്ക് വെച്ചെടുത്ത് വിപ്പിംഗ് ക്രീം വെച്ച് പിന്നെ അതിന് മേലെ നമ്മുടെ ചോക്ലേറ്റ് ബാർ ചീവിയതും ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ജാർ കേക്കും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ഇന്ന സാധനങ്ങൾ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ഒരു പാർട്ടി കേക്കിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 ജാർ കേക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ 2 kg കേക്ക് ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി വന്നില്ലേ, ആ ബാക്കി വന്നതിൽ ഫസ്റ്റ് വാനില കേക്കിൻ്റെ കുറച്ച് പീസതാണിത്. അത് ഇതുപോലെ നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല, ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി ലോലിപോപ്പ് ഉണ്ടാക്കണം. ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അതുപോലെ നന്നായിട്ട് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ തന്നെ നന്നായിട്ട് പൊടിയും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കിയതാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കുക. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളെ മിൽക്ക് മെയ്ഡ്, അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. രണ്ടും ഒരേ ഒരു എഫക്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റ്, രണ്ടും ടേസ്റ്റ് തന്നെയാണ്. കാരണം അതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കിയിട്ട് കൈക്കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് അളവിന് വേണ്ടി ഇതുപോലെ ഒന്ന് നമ്മുടെ 2 ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണാണ്. അതിൽ ഞാൻ കുറച്ച് അളവിന് വേണ്ടി എടുത്ത് നോക്കി. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ ചെറിയ ബോളായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അത്യാവശ്യം വലുപ്പം വേണ്ട ഒരു ലോലിപോപ്പിന് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് ലോലിപോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒരു 8 ലോലിപോപ്പ് ഈ ഒരു ബാക്കി ബാലൻസ് വന്ന കേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഉരുട്ടിയാൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ പൊടിയാത്ത രീതിയിൽ കിട്ടണം. അപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകളും ഉണ്ടാക്കി നമ്മൾ ആദ്യം വെക്കുക. അതിനുശേഷം ആ ഒരു കോല് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കുറച്ചും കൂടി വെച്ചിട്ടുണ്ട്. അതിൽ ഡിപ്പ് അപ്പോൾ ലോലിപോപ്പിനുള്ളത് റെഡിയാക്കി ബാക്കി ബാലൻസ് വെച്ച് ഞാൻ പിക്കിൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ 4 എണ്ണത്തിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക് ഭാഗം ബ്ലാങ്കായി വരാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സിക്കിൾസ്. പിന്നെ 8 ലോലിപോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഇതാ എല്ലാം നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ അമർത്തി കൊടുത്ത് റെഡിയാക്കുക. അപ്പോൾ നമ്മളുടെ അത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് ലോലിപോപ്പിൻ്റെ കോലെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് മുക്കിയിട്ട് ഈ ഒരു റൗണ്ടിനുള്ളിലേക്ക് നമ്മൾ കുത്തി വയ്ക്കുക. ഫുള്ളായിട്ട് കുത്തി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കേക്ക് ഉള്ളിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്ത് കൊടുക്കുക. ഓരോന്നും വൈറ്റ് ചോക്ലേറ്റിൽ മുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഇനിയും കുറച്ചുകൂടി പണിയുണ്ടതൊന്ന് സെറ്റായിട്ട് കോല് സെറ്റായിട്ട് വേണം. ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇതിൽ കട്ടായിട്ട് നമ്മുടെ കോല് നമ്മുടെ കേക്കിൽ ഉറച്ച് നിൽക്കും. അതിന് ശേഷമാണ് നമ്മളിത് കേക്കിൽ മുക്കിയെടുക്കുക. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു കേക്കും കൂടി ഉണ്ടാക്കാനുണ്ട്. അതും ഞാൻ അളവൊന്നും പറയണില്ല. ഇത് നമ്മളുടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കപ്പ് കേക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പ് കേക്കിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് മൈദപ്പൊടിയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കപ്പ് കേക്കിനും വെക്കാണ്ട് അതുപോലെ കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് റെഡിയാക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മളുടെ അപ്പോൾ ഇത് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1.5 kg കേക്കില്ലേ, അപ്പോൾ അത് ഫസ്റ്റ് കോട്ടിങ് കൊടുത്തു. ഇനി അത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തെടുത്തിട്ട് സെക്കൻഡ് കോട്ടിങ് കൊടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ATM കാർഡൊക്കെ നമ്മളുടെ ഒഴിവാക്കിയുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് നല്ല ഫുള്ള് ക്ലിയർ ആക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം വേറൊന്നും വാങ്ങൊന്നും വേണ്ട. ഇതുപോലെ ഒരു ATM കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് നമുക്ക് ഷേപ്പിലെടുക്കണം. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കോട്ടിങ് ഒന്ന് ചെറുതായിട്ട് കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ വീണ്ടും മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിത് 7 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ നമ്മുടെ 2 ടയർ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് നമ്മൾ എൻഡിലേക്ക് ഇറക്കി വെക്കണം. നമ്മുടെ കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ 3 സ്റ്റിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങനെ താഴ്ന്നു പോവില്ല. ഇതുപോലെ വെച്ച് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്താൽ അത് കാണില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ 3
ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊന്നും ഞാൻ വല്ലാതെ കോട്ടിങ് കൊടുക്കാത്തത്, ഞാൻ പറഞ്ഞില്ല ഇത് റോസറ്റ കേക്കാണ്. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ക്രീം കൊണ്ടാണ് ഇനി ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഞാൻ അതിൽ ക്രീം കൊടുത്ത് പിന്നെ ആ ക്രീം കൊണ്ട് നമ്മൾ വീണ്ടും ആ പൂക്കൾ വരയ്ക്കുമ്പോൾ ഒരുപാട് ക്രീമാവും. അപ്പം നമുക്ക് കേക്കിനെക്കാട്ടും കൂടുതൽ വരിക ക്രീമായിരിക്കും. അതുകൊണ്ടാണ് സൈഡിലൊന്നും അധികം നമ്മൾ ക്രീം കൊടുക്കാത്തത്. അപ്പം മുകളിൽ മാത്രം നല്ല കുറച്ച് അത്യാവശ്യം കട്ടിയിൽ ക്രീം കൊടുത്തിട്ട് സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി, ക്രീം തേച്ച് കൊടുത്താൽ മതി. നമ്മൾ വരയ്ക്കാൻ പോണ പൂക്കൾ ഫുള്ള് ക്രീമിൻ്റെ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ സ്റ്റിക്ക് വെച്ചത് നമുക്ക് ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ 5 ഇഞ്ച് പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കണം. ഒരു 2 ടയർ കേക്ക് ആയാലും 3 ടയർ കേക്ക് ആയാലും അങ്ങനത്തെ ഡബിൾ ടയറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഒരു സ്റ്റേജാട്ടത്, ഒന്നിൻ്റെ മുകളിൽ ഒരു കേക്ക് വെക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു സൈഡ് നോക്കുമ്പോൾ മറ്റേ സൈഡ് കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നോക്കി വെച്ചിട്ട് വേണം കേക്ക് നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ അടിയിൽ മാത്രമായിട്ടോ റോസറ്റ കേക്ക് ചെയ്യുന്നത്, മുകളിൽ നമ്മൾ കുട്ടീൻ്റെ 1ാമത്തെ ബർത്ത്ഡേ അപ്പോൾ ഒന്നെന്ന് മാത്രം പൂ കൊണ്ട് എഴുതണുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. കാരണം നമ്മൾ കേക്ക് വെക്കുമ്പോൾ സ്പാച്ചിൽ തട്ടി പല സൈഡും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി പറഞ്ഞത് വീണ്ടും ഇത് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ആ ഒരു ക്രീം സെറ്റാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതാ പൂ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡാർക്ക് കളർ റോസ് പിന്നെ ലൈറ്റ് കളർ റോസ് അങ്ങനെ വരച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ക്രീം സൈഡിൽ വരുന്നതുകൊണ്ടാണ് സൈഡിലൊന്നും ഞാൻ ക്രീം അധികം ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ഇതാട്ടോ. മുകളിൽ ഒന്നിന് ഇതുപോലെ മുകളിലും റോസറ്റ കേക്കിൻ്റെ പൂക്കൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ കപ്പ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. മൊത്തം ഇത്രയധികം കപ്പ് കേക്കാണ്. അപ്പോൾ ഇതുപോലത്തെ കപ്പ് കേക്ക് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഡെക്കറേഷന് മുന്നേ എല്ലാത്തിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാട്ടോ. നമ്മൾ കപ്പ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബട്ടർ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ആ പെർഫെക്റ്റ് നമ്മുടെ ആ മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സ്ട്രോബെറി മുഴുവനായിട്ട് നമ്മൾ സ്ട്രോബെറി പിങ്ക് ആ ഒരു കളറിലാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ് കേക്കും ഇതുപോലെ തന്നെ സ്ട്രോബെറി നമ്മൾ 3 kg കേക്ക് ചെയ്തില്ല, അതിൻ്റെ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഇതാട്ടോ. അപ്പോൾ ഫോണ് ഓഫായത് കാരണം നമ്മുടെ ഡെക്കറേഷൻ ചെയ്യണമെന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു.